അപ്പോൾ നമ്മുടെ ഒലിവേഴ്സ് ട്വിസ്റ്റിൻ്റെ സ്റ്റോറിയിലെ ഒന്നാമത്തെ എപ്പിസോഡാണ് നേരത്തെ കഴിഞ്ഞത്. ഇത് രണ്ടാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ആദ്യത്തിൽ നമ്മൾ ഒലിവർ ട്വിസ്റ്റിൻ്റെ ജനനം പറഞ്ഞല്ലേ. അപ്പോൾ ഇനി നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ഒലിവർ ട്വിസ്റ്റ് ജനിച്ചു, അമ്മ മരിച്ചു അല്ലേ. ആകെ അവിടെയുള്ളത് ഒരു നേഴ്സും ഒരു ഡോക്ടറുമാണ്. പോൾ ട്വിസ്റ്റ് അനാഥനായിക്കൊണ്ട് വർക്ക് ഹൗസിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കിടക്കുക, വിത്തൗട്ട് ക്ലോത്ത്സ്, ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ല അല്ലേ, ജനിച്ചിട്ടേ ഉള്ളൂ. അണ്ടർ ഹിസ് ഫസ്റ്റ് ബ്ലാങ്കറ്റ്, അവൻ്റെ ഫസ്റ്റ് ബ്ലാങ്കറ്റ്, അത് ആദ്യത്തെ ബ്ലാങ്കറ്റ്. ഹി കുഡ് ഹാവ് ബീൻ ദ ചൈൽഡ് ഓഫ് എ കിങ് ഓർ എ ബെഗർ. ഇവൻ്റെ മദർ ആരാന്നറിയില്ല അല്ലേ, സ്ട്രീറ്റിൽ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയതാണ്. അപ്പോൾ ഇവനൊരു പക്ഷേ വലിയൊരു രാജാവിൻ്റെ മകനാവാം, അല്ലെങ്കിൽ എന്താവാം, ഒരു തെണ്ടിയുടെ ഒരു ബെഗറുടെ മകനാവാം. ബട്ട് വെൻ ദ വുമൺ ഡ്രസ്ഡ് ഹിം ലേറ്റർ, കുറച്ച് കഴിഞ്ഞപ്പോൾ ദ വുമൺ അവിടെ നിൽക്കുന്ന ഓൾഡ് നേഴ്സിലെ, വൃദ്ധയായിട്ടുള്ള നേഴ്സിലെ, ഡ്രസ്ഡ് ഹിം ലേറ്റർ, അവനെ ഡ്രസ്സ് ചെയ്യിച്ച് ഇൻ എ റഫ് കോട്ടൺ ക്ലോത്ത്സ്, പരുപരുത്ത കോട്ടൺ തുണി കൊണ്ട്, യെല്ലോ വിത്ത് ഏജ്. കോട്ടണിൻ്റെ പ്രത്യേകത അല്ലേ, കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മഞ്ഞ കളറാവും, അത്രയും കാലപ്പഴക്കമുള്ളതാണ്. യെല്ലോ വിത്ത് ഏജ്. ഹി ലുക്ക്ഡ് എക്സാക്ട്ലി വാട്ട് ഹി വാസ്. ഇപ്പോൾ അവനെ കണ്ടു കഴിഞ്ഞാൽ അവൻ രാജാവിൻ്റെ മകനുമല്ല, ബെഗറുടെ മകനല്ല, യഥാർത്ഥത്തിൽ ആരാണോ അവൻ അതാണ്. ഹി ലുക്ക്ഡ് എക്സാക്ട്ലി വാട്ട് ഹി വാസ്. ആ ഘട്ടത്തിൽ അവനവിടെ എന്താണോ അത് അവൻ അവിടെ കാണിച്ചു. ആൻഡ് ഓഫൻ, അവനൊരു അനാഥനാണ്. ഇൻ എ വർക്ക് ഹൗസ്, അവൻ കിടക്കുന്നത് ഒരു വർക്ക് ഹൗസിലാണ്. റെഡി ഫോർ എ ലൈഫ് ഓഫ് മിസറി, പ്രയാസകരമായ ഒരു ജീവിതത്തിന് തയ്യാറായിക്കൊണ്ട്. ഹങ്കർ ആൻഡ് നെഗ്ലക്റ്റ്. ഹങ്കർ എന്ന് പറഞ്ഞാൽ വിശപ്പും, ആൻഡ് നെഗ്ലക്റ്റ് തിരസ്കാരം. നെഗ്ലക്റ്റ് ചെയ്യുന്ന തിരസ്കരിക്കാം. ഒലിവർ ക്രൈഡ് ലൗഡ്ലി. ഒലിവർ ഒച്ചത്തിൽ കരഞ്ഞു. ഇഫ് ഹി കുഡ് ഹാവ് നോൺ ദാറ്റ് ഹി വാസ് എ വർക്ക് ഹൗസ് ഓഫൻ. അവനത് അറിയില്ല, എന്താണ് ആരാണ് എന്താണെന്നറിയില്ല. നമ്മളെ ജനിച്ച സമയത്ത് നമുക്ക് ഒരു പിടിയില്ലല്ലേ. പക്ഷേ അവൻ കരയാണ്. പക്ഷേ ഇഫ് യു വുഡ് ഹാവ് നോൺ ദാറ്റ്, അവൻ അറിയുമായിരുന്നെങ്കിൽ ദാറ്റ് ഹി വാസ് എ വർക്ക് ഹൗസ് ഓഫൻ, അവനിപ്പോൾ ഒരു അനാഥാലയത്തിൽ ഒരു അനാഥനായിക്കൊണ്ട് കിടക്കുകയാണെന്ന് അവൻ അറിയുമായിരുന്നെങ്കിൽ പെർഹാപ്സ്, ഒരു പക്ഷേ ഹി വുഡ് ഹാവ് ക്രൈഡ് ഈവൻ മോർ ലൗഡ്ലി, അവൻ കൂടുതൽ ഉച്ചത്തിൽ കരയുമായിരുന്നേനെ. ദർ വാസ് നോ വൺ ടു ലുക്ക് ആഫ്റ്റർ ദ ബേബി. അവിടെ ആരും ഉണ്ടായിരുന്നില്ല, ഈ കുട്ടിയെ നോക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ഇൻ ദ വർക്ക് ഹൗസിൽ. സോ അതുകൊണ്ട് ഒലിവർ വാസ് സെൻഡ് ടു എ സ്പെഷ്യൽ ബേബി ഫാം. ഒലിവറിനെ അയച്ചു ഇങ്ങോട്ട് ടു എ സ്പെഷ്യൽ ബേബി ഫാം. ബേബി ഫാം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടികളെ വളർത്തുന്ന ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ബേബി ഫാമിലേക്ക് നിയർ ബൈ അടുത്തുള്ള. അവിടെ ഹി ആൻഡ് 30 അതർ ചിൽഡ്രൻ, അവിടെ വേറെയും കുട്ടികളുണ്ട്, 30 വേറെയും കുട്ടികൾ. റോൾഡ് അറൗണ്ട് ദ ഫ്ലോർ, അവരിങ്ങനെ കുത്തി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, തറയിൽ കുത്തി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആൾ ദ ഡേ. ഓക്കെ, ഒരു ബേബി ഫാമിലേക്ക് അവനെ മാറ്റി. അവിടെ അവനും 30 കുട്ടികളും, ചെറിയ കുട്ടികളെ ആലോചിച്ച് നോക്കി, തറയിൽ മൊത്തം ഇങ്ങനെ കുത്തി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിത്തൗട്ട് ദ ഇൻകൺവീനിയൻസ് ഓഫ് ടു മച്ച് ഫുഡ് ഓർ ടു മച്ച് ക്ലോത്തിങ്. അവർക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇങ്ങനത്തെ ടു മച്ച് ഫുഡ്, ഒരുപാട് ഭക്ഷണം കിട്ടുക, ഓർ ടു മച്ച് ക്ലോത്തിങ്, ഒരുപാട് വസ്ത്രങ്ങളിടുക, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അവർക്ക് അവിടെ ഇല്ല. മിസ്സിസ് മാൻ എന്ന് പറഞ്ഞാൽ അവിടെ അല്ല, ദ ഓൾഡ് വിമൺ ഹു ലുക്ക് ആഫ്റ്റർ ദം, അവിടെ നോക്കിക്കൊണ്ടിരുന്ന, അവരെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന മിസ്സിസ് മാൻ എന്ന് പറഞ്ഞാൽ അവരുടെ പേരാണ്. ദ ഓൾഡ് വിമൺ, ഒരു വൃദ്ധയായ സ്ത്രീ. ഹു വാട്ട് ലുക്ക് ആഫ്റ്റർ ദം, അവരെ നോക്കുന്ന ആളാണ്, അവരെങ്ങനെ കുട്ടികളെ സംരക്ഷിക്കുന്ന ആളാണ്. വാസ് വെരി എക്സ്പീരിയൻസ്, അവർക്ക് വളരെ പരിചയസമ്പന്നയായ സ്ത്രീയായിരുന്നു. എന്താണ് പരിചയസമ്പന്നത നോക്കാം. ഓക്കെ, ഷീ ന്യൂ, അവർക്കറിയാം വാട്ട് വാസ് ഗുഡ് ഫോർ ചിൽഡ്രൻ, കുട്ടികൾക്ക് ഏറ്റവും ഉത്തമമായത് എന്താണെന്നുള്ളത് അവർക്കറിയാം. ആൻഡ് എ ഫുൾ സ്റ്റൊമക്ക്, വയറ് ഫുള്ളായി നിൽക്കുക എന്ന് പറഞ്ഞാൽ വാസ് വെരി ഡേഞ്ചറസ്, അത് വളരെ അപകടകരമാണ് ടു ദിയർ ഹെൽത്ത്, അവരുടെ ആരോഗ്യത്തിന്. കുട്ടികൾ നോക്കാൻ നന്നായിട്ട് അറിയുന്ന ആളാണ്. ഓക്കെ, കുട്ടികളുടെ വയറ് നിറഞ്ഞിരിക്കാൻ പാടില്ല. ഷീ ആൾസോ ന്യൂ ദാറ്റ്, അവൾക്ക് ഇതും അറിയാം, വാസ് ഗുഡ് ഫോർ ഹെൽത്ത്, പക്ഷെ അവൾക്കത് നല്ലതാണ്, വയറ് നിറഞ്ഞിരിക്കുക എന്നുള്ളത് ഇറ്റ്സ് ഗുഡ് ഫോർ ഹെർ. So she kept for her own use the money that she was given for the children's food. So അവൾ എന്ത് ചെയ്തു, she kept
ദാറ്റ് മണി. ഈ ഗവൺമെൻറ് തലത്തിൽ നടത്തുന്ന ഈ അനാഥാലയങ്ങളിൽപ്പെട്ട ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന പൈസ ഒക്കെ അവൾ എന്ത് ചെയ്തു? ഷി കെപ്റ്റ് ഫോർ ഹെർ ഓൺ യൂസ്. അവളുടെ ആവശ്യത്തിന് വേണ്ടി അവൾ എടുത്തു വെച്ചു. ഷി വാസ് ഗിവൺ ഫോർ ദ ചിൽഡ്രൻസ് ഫുഡ്. കുട്ടികളുടെ ഭക്ഷണത്തിന് വേണ്ടി കൊടുത്തിരുന്ന പൈസ ഒക്കെ പുള്ളിക്കാരത്തി മാറ്റിവെച്ച് ഫുഡ് അടിച്ച് വയറ് കുറിച്ച് നടക്കണം. ദ ബോർഡ് വാസ് റെസ്പോൺസിബിൾ ഫോർ ദ ഓഫൻസ്. അത് ബോർഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അനാഥാലയങ്ങളൊക്കെ നടത്തുന്ന ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, ദ ഓഫൻസ് ഈ പറഞ്ഞ അനാഥകൾ നോക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ബോർഡ് സംടൈംസ് ചില സമയത്ത് ചെക്ക്ഡ് ഓൺ ദ ഹെൽത്ത് ഓഫ് ദ ചിൽഡ്രൻ. കുട്ടികളുടെ ആരോഗ്യം എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്യാൻ വരും. ബട്ട് ദേ ആൾവേസ് സെൻഡ് എ ബീഡിൽ. അവൾ സാധാരണ അയക്കാറുള്ളത് ഒരു ബീഡിൽ എന്ന് പറഞ്ഞാൽ ഒരു ചർച്ച്മാൻ, എ കൈൻഡ് ഓഫ് ലോക്കൽ പോലീസ്മാൻ. ഒരു ബീഡിൽ എന്ന് പറഞ്ഞാൽ ഈ ഇംഗ്ലണ്ടിലുള്ള ഒരു പ്രത്യേക ഒരു ചെറിയ ലോക്കൽ ഒരു പോലീസുകാരെന്ന് കൂട്ടിക്കോ. ഓക്കെ, പിന്നെ കുറച്ച് ചർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ആൾ കൂടെ ആയിരിക്കും. ടു അനൗൺസ് ദെയർ വിസിറ്റ് ദ ഡേ ബിഫോർ. ആൾ വരുന്നതിന് മുമ്പ്, ചെക്ക് ചെയ്യാൻ വരുന്നതിന് മുമ്പ് അവർ പറയും, അനൗൺസ് ചെയ്യും. എന്ത്? വരുന്നുണ്ട്, ദെയർ വിസിറ്റ് ഡേ ബിഫോർ. ഒരു ദിവസം മുമ്പ് വരും. നമ്മൾ സ്കൂളിലൊക്കെ പറയാറില്ലേ, ഓടി വരാറുണ്ട്, അല്ലെങ്കിൽ DO വരാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുപോലെ ഒരു ദിവസം മുമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ സോ വെനെവർ ദ ബോർഡ് അറൈവ്. അപ്പോൾ ഈ പറഞ്ഞ ആൾ ഒരു ദിവസം മുമ്പ് പറഞ്ഞു വരുമ്പോൾ ഓഫ് കോഴ്സ് തീർച്ചയായും ദ ചിൽഡ്രൻ വെർ ആൾവേസ് നീറ്റ് ആൻഡ് ക്ലീൻ. അപ്പോൾ കുട്ടികൾ നല്ല ക്ലീൻ ആയിരിക്കും, നീറ്റായിരിക്കും. ദിസ് വാസ് ദ വേ ഒലിവർ വാസ് ബ്രോട്ടപ്പ്. ഇങ്ങനെയാണ് ഒലിവർ ഇങ്ങനെ വലുതായിക്കൊണ്ടിരുന്നത്, അവിടെ വളർത്തിക്കൊണ്ടിരിക്കുക. കോൺസിക്വൻ്റ്ലി അറ്റ് ദ ഏജ് ഓഫ് 9 ഹി വാസ് എ പെയിൽ. ഇങ്ങനെയൊക്കെ വളർത്തിക്കൊണ്ടത് എന്തായിരിക്കും? സാഹചര്യപ്രകാരം അറ്റ് ദ ഏജ് ഓഫ് 9, 9 വയസ്സായപ്പോൾ ഹി വാസ് എ പെയിൽ. അവനിങ്ങനെ വളരെ വെളുത്ത തിൻ മെലിഞ്ഞ ചൈൽഡ്, ഒരു കുട്ടിയായിരുന്നു. ആൻഡ് ഷോർട്ട് ഓഫ് ഹിസ് ഏജ്, അവൻ്റെ വളർച്ചക്കനുസരിച്ചുള്ള ഉയരൂല്ല. ഓക്കെ, അങ്ങനത്തെ ഒരു കുട്ടിയായി മാറി. പക്ഷേ ഡെസ്പൈറ്റ് ഫ്രീക്വൻ്റ്ലി ബീറ്റിങ്സ്, തുടർച്ചയായിട്ട് അടി കിട്ടുമായിരുന്നു ബൈ മിസ്സസ് മാൻ, ഹിസ് സ്പിരിറ്റ് വാസ് സ്ട്രോങ്. അവൻ്റെ മനക്കരുത്ത് ശക്തമായിരുന്നു. വിച്ച് വാസ് പ്രോബബ്ലി ദ റീസൺ, ഇതായിരിക്കാം ഒരു പക്ഷേ കാരണം, വൈ ഹി മാനേജ് ടു റീച്ച് ദ ഏജ് ഓഫ് 9 അറ്റ് ഓൾ. അതായത് ഇവൻ വളരെ വെളുത്ത, ഉയരമില്ലാത്ത, വീക്കായിട്ടുള്ള ഒരു ശരീരപ്രകൃതക്കാരനാണ്. പക്ഷേ 9 വയസ്സ് വരെ അവൻ ജീവിക്കാനുള്ള പ്രധാന കാരണം എന്താണ്? മനക്കരുത്ത്. ഓക്കെ, അവന് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് യു വാസ് പ്രോബബ്ലി ദ റീസൺ. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഹി മാനേജ്, അവൻ ഇങ്ങനെ മാനേജ് ചെയ്തെടുത്തത് ടു റീച്ച് ദ ഏജ് ഓഫ് 9 അറ്റ് ഓൾ. 9 വയസ്സ് വരെ അവൻ എത്താനുള്ള കാരണം ഇതാണ്. ഓൺ ഒലിവേഴ്സ് 9th ബർത്ത്ഡേ, ഒലിവറുടെ 9ാമത്തെ ബർത്ത്ഡേക്ക് മിസ്റ്റർ ബംബിൾ ദ ബീഡിൽ കെയിം ടു ദ ഹൗസ് ടു സീ മിസ്സസ് മാൻ. മിസ്റ്റർ ബംബിൾ എന്ന് പറഞ്ഞാൽ ഈ ബീഡിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു ചെക്കിങ്ങിന് DO OD പോലെ വരാനുള്ള ആളെന്ന് പറഞ്ഞില്ലേ, അതുകളിൽ നിന്ന് എടുക്കുന്നു. കെയിം ടു ദ ഹൗസ്, ഈ പറഞ്ഞ കുട്ടികളെ സംരക്ഷിക്കുന്ന വീട്ടിലേക്ക് വന്നു. ടു സീ മിസ്സസ് മാനിനെ കാണാൻ വേണ്ടിയിട്ട്. ത്രൂ ദ ഫ്രണ്ട് വിൻഡോ, മുൻവശത്തുള്ള ജനലിലൂടെ മിസ്സസ് മാൻ സോ ഹിം, മിസ്സസ് മാൻ അയാളെ കണ്ടു. അറ്റ് ദ ഗേറ്റിൽ വരുന്നതായിട്ട് കണ്ടു. ആൻഡ് turned quickly to the girl who worked with her. പെട്ടെന്ന് തന്നെ അവളുടെ കൂടെ വർക്ക് ചെയ്യുന്ന പെൺകുട്ടിയോട് തിരിഞ്ഞിട്ട് പറഞ്ഞു, ക്യു പെട്ടെന്ന് ടേക്ക് ഒലിവർ ആൻഡ് ദോസ് അതേഴ്സ് അപ്സ്റ്റേഴ്സ് ടു ദ ആൻഡ് ടു ബി വാഷ്ഡ്. കാരണം ഇത് അപ്രതീക്ഷിതമായിട്ടുള്ളവരാണ്. ഓക്കെ, ഈ പറഞ്ഞ ബീഡിൽ ചെക്കിങ്ങിന് വരുന്നത്, അല്ലെങ്കിൽ ഒലിവറിൻ്റെ 9ാമത്തെ ബർത്ത്ഡേക്ക് ഇയാൾ വരുന്ന സമയത്ത് അപ്രതീക്ഷിതമായതുകൊണ്ട് ഇവർ പ്രിപ്പയർഡ് അല്ല. പെട്ടെന്ന് ഇവൾ തിരിച്ചിട്ട് പറഞ്ഞു, വേഗം പെട്ടെന്ന് ഒലിവറിനും ടീം മൊത്തം കുട്ടികളെയും കൊണ്ടുപോയിട്ട് ഒലിവർ ആൻഡ് ദോസ് അതേഴ്സ് അപ്സ്റ്റേഴ്സ് ടു ബി വാഷ്ഡ്, വേഗം കുളിപ്പിക്കാൻ പറഞ്ഞു. ആൻഡ് ഷീ സെഡ്, അവൾ പറഞ്ഞു, ദെൻ ഷീ റാൻ ഔട്ട് ടു അൺലോക്ക് ദ ഗേറ്റ്. കാരണം അവൾ ജനലിൽ നോക്കി ദൂരെ ഇങ്ങനെ ഗേറ്റിൽ അല്ലേ മിസ്റ്റർ ബംബിൾ വന്ന് നിൽക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഗേറ്റിലേക്ക് കൊണ്ട് ഓടിച്ചെന്നു. ആൻഡ് ഷീ റാൻ ഔട്ട്, ഓടിച്ചെന്നു ടു അൺലോക്ക് ദ ഗേറ്റ് തുറക്കാൻ വേണ്ടിയിട്ട്. ഇറ്റ് വാസ് ഓൾവേസ് കെപ്റ്റ് ലോക്ക്ഡ്. അത് ഏത് സമയത്തും ഇങ്ങനെ ലോക്ക്ഡ് ആയിരിക്കും. എന്താ? ടു പ്രിവെൻറ്റ്, ഒഴിവാക്കാൻ വേണ്ടി ഒഫീഷ്യൽ വിസിറ്റേഴ്സ്, ഇതുപോലത്തെ ആൾക്കാർ വാക്കിംഗ് ഇൻ അൺഎക്സ്പെക്റ്റഡ്ലി, അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെയുള്ള ആളുകൾ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഗേറ്റ് എപ്പോഴും എന്ത് ചെയ്യും, അവർ പൂട്ടി വെച്ചിട്ടുണ്ടാവും. ഐ ഹാവ് ബിസിനസ് ടു ടോക്ക്, എനിക്ക് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. മിസ്റ്റർ ബംബിൾ ടോൾഡ് മിസ്സസ് മാൻ.
മിസ്റ്റർ ബംബിൾ വന്ന ആൾ ടോൾഡ് പറഞ്ഞു, മിസ്സസ് മാനോട് പറഞ്ഞു. ആസ് ഹി എൻറ്റേർഡ് ദ ഹൗസ്, അയാളിങ്ങനെ വീട്ടിലേക്ക്, ഈ പറഞ്ഞ കുട്ടികളെ വളർത്തുന്ന വീട്ടിലേക്ക് കയറുന്ന സമയത്ത് പറഞ്ഞു. ഹി വാസ് എ ബിഗ് ഫാറ്റ് മാൻ, അയാളൊരു വലിയ തടിച്ച മനുഷ്യരാണ്. ഓഫൺ ബാഡ് ടെമ്പിൾ, എപ്പോഴും മൂപ്പര് മോശം മൂഡിലാണ്. ഓക്കെ, ആൻഡ് വാസ് ഫുൾ ഓഫ് സെൽഫ് ഇമ്പോർട്ടൻസ്. അയാളുടെ വരവ് എപ്പോഴും സെൽഫ് ഇമ്പോർട്ടൻസ്, അഹങ്കാരത്തെക്കുറിച്ച് ഞാനാണ് വലിയ ആളാന്നുള്ള രീതിയിലാണ് ഇയാളുടെ നിൽപ്പൊക്കെ. ഹി ഡിഡ് നോട്ട് ലൈക്ക് ടു ബി കെപ്റ്റ് വെയിറ്റിംഗ് അറ്റ് എ ലോക്ക്ഡ് ഗേറ്റ്. അയാൾക്ക് ഇഷ്ടമല്ല. ഹി ഡിഡ് നോട്ട് ലൈക്ക് ടു ബി കെപ്റ്റ് വെയിറ്റിംഗ് അറ്റ് എ ലോക്ക്ഡ് ഗേറ്റ്. ലോക്ക് ചെയ്തൊരു ഗേറ്റിൻ്റെ അടുത്ത് ഇങ്ങനെ അയാളിങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് തീരെ ഇഷ്ടമല്ല. മിസ്സസ് മാൻ ടുക്ക് ഹിസ് ഹാറ്റ്. അപ്പോൾ അയാൾ ഇത് വെച്ച് ദേഷ്യത്തിലായിരിക്കും, ആ പറഞ്ഞ ഗേറ്റ് ഇങ്ങനെ അടഞ്ഞു കിടന്നുകൊണ്ട്. ഏതായാലും മിസ്സസ് മാൻ സോപ്പിടാണ്. മിസ്സസ് മാൻ ടുക്ക് ഹിസ് ഹാറ്റ്. മിസ്സസ് മാൻ എന്ത് ചെയ്തു, അയാളുടെ തൊപ്പിയൊക്കെ എടുത്തു. ആൻഡ് കോട്ടൊക്കെ ഊരി പ്ലേസ്ഡ് എ ചെയർ ഫോർ ഹിം. ആൻഡ് വേഗം ഒരു കസേരയൊക്കെ വലിച്ചിട്ട് ആൻഡ് എക്സ്പ്രസ്ഡ്, എന്നിട്ട് ഇങ്ങനെ പ്രകടിപ്പിച്ചു ഗ്രേറ്റ് കൺസേൺ, വളരെ താല്പര്യം എന്ത് ഫോർ ഹിസ് കംഫർട്ട്, അയാളെ സൗകര്യം സുഖസൗകര്യമൊക്കെ ഇല്ലേ എന്നുള്ള രീതിയിൽ, വലിയ കംഫർട്ടൊക്കെ ഫീൽ ചെയ്യുന്നില്ലേ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു, ഇവള് അയാളെ തോപ്പിയൊക്കെ ഊരി കോട്ടൊക്കെ ഊരി സാധിച്ച് വേഗം കസേര വലിച്ചിട്ട് സൗകര്യമല്ലേ സുഖമല്ലേ എന്നുള്ള രീതിയിൽ. യു ഹാവ് ഹാഡ് എ ലോങ് വാക്ക്. എന്ന് പറയാൻ ഒരുപാട് ദൂരം നടന്നിട്ടാണ് വരുന്നില്ലേ മിസ്റ്റർ ബംബിൾ, യു ഹാവ് ഹാഡ് എ ലോങ് വാക്ക്. നിങ്ങൾ ഒരുപാട് ദൂരം നടന്നു തന്നെ മിസ്റ്റർ ബംബിൾ, ഷീ സെഡ്, അവൾ പറഞ്ഞു. ആൻഡ് യു മസ്റ്റ് ബി തേഴ്സ്റ്റി. അപ്പോൾ യു മസ്റ്റ് ബി തേഴ്സ്റ്റി എന്ന് പറഞ്ഞാൽ ദാഹിക്കുന്നുണ്ടാവും. ഷീ ടുക്ക് ഔട്ട് എ ബോട്ടിൽ. അവളൊരു കുപ്പി എടുത്തു ഫ്രം ദ കബോർഡ് എന്ന് പറഞ്ഞാൽ അൽമാറയിൽ നിന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു, നോ താങ്ക് യു മിസ്സസ് മാൻ, നോ താങ്ക് യു, വേണ്ട മിസ്സസ് മാൻ, നോട്ട് എ ഡ്രോപ്പ്, എനിക്കൊരു തുള്ളി പോലും വേണ്ട. ഹീ വേവ്ഡ് ദ ബോട്ടിൽ അവേ. അയാളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ആ ബോട്ടിൽ ഇങ്ങനെ ഒഴിവാക്കി. ജസ്റ്റ് എ ലിറ്റിൽ ഡ്രോപ്പ് മിസ്റ്റർ ബംബിൾ, ഒരു തുള്ളി മിസ്റ്റർ ബംബിൾ, വിത്ത് കോൾഡ് വാട്ടർ, തണുത്ത വെള്ളം ഒഴിച്ചിട്ട്. സെഡ് മിസ്സസ് മാൻ പെർസ്വേസീവ്ലി, ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ട് മിസ്സസ് മാൻ പറഞ്ഞു. മിസ്റ്റർ ബംബിൾ ഇങ്ങനെ കഫ് ചെയ്തു. വാട്ട് ഈസ് ഇറ്റ്, എന്താ സംഭവം എന്ന് ചോദിച്ചു. ഹി ആസ്ക്ഡ് ലുക്കിംഗ് അറ്റ് ദ ബോട്ടിൽ വിത്ത് ഇൻട്രസ്റ്റ്. ആ ബോട്ടിൽ ഇങ്ങനെ താല്പര്യത്തോടു കൂടി നോക്കിക്കൊണ്ട് ചോദിച്ചു. ജിന്നാണ് അത്, മദ്യത്തിൽപ്പെട്ട സംഭവം അല്ലേ. ഐ കെപ്റ്റ് ഇറ്റ് ഫോർ ദ ചിൽഡ്രൻസ് മെഡിസിൻ ഡ്രിങ്ക്. ഇത് കുട്ടികൾക്ക് മെഡിസിനായിട്ടുള്ള മരുന്നായിട്ടുള്ള ഒരു സംഭവത്തെ ഞാൻ അവിടെ വെച്ചതാണ്. യു ഗിവ് ദ ചിൽഡ്രൻ ജിൻ മിസ്സസ് മാൻ, നിങ്ങൾ കുട്ടികൾക്ക് ജിൻ കൊടുക്കാറുണ്ടോ മിസ്സസ് മാൻ? ബംബിൾ ചോദിച്ചു. ആസ്ക്ഡ് മിസ്റ്റർ ബംബിൾ ചോദിച്ചു. വാച്ചിങ് ആസ് ഷീ മിക്സഡ് ഹിസ് ഡ്രിങ്ക്. അവളിങ്ങനെ ഈ ജിന്നിങ്ങനെ വെള്ളത്തിലൊഴിച്ച് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത് നോക്കിക്കൊണ്ട് മിസ്റ്റർ ബംബിൾ ചോദിച്ചു, നിങ്ങൾ കുട്ടികൾക്ക് ജിൻ കൊടുക്കാറുണ്ടോ? ഈ ജിൻ എന്നൊക്കെ പറഞ്ഞാൽ അത്ര ഒരു ഹാർഡായിട്ടുള്ള ഒരു ഡ്രിങ്ക് അല്ല, ആൽക്കോളിക് ഡ്രിങ്ക് അല്ല, കുറച്ച് ലൈറ്റാണ്. അപ്പോൾ ഈ കുട്ടികൾക്കൊക്കെ കുറേശ്ശെ അവർ ആ കാലഘട്ടത്തിൽ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടാവാം, കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഓൺലി വിത്ത് മെഡിസിനോടൊപ്പം മാത്രം. സർ, ഐ ഡോണ്ട് ലൈക്ക് ടു സീ ദം സഫർ. അവർ പ്രയാസപ്പെടുന്നത് എനിക്ക് കാണാൻ ഇഷ്ടമല്ല. അപ്പോൾ കുറച്ച് ലഹരി കിട്ടിക്കഴിഞ്ഞാൽ പിള്ളേർ ഓനെ ഫൂസായി കിടന്നോടും എന്നുള്ളതായിരിക്കും. ഐ ഡോണ്ട് ലൈക്ക് ടു സീ ദം സഫർ. അവർ പ്രയാസപ്പെടുന്നത് കാണാൻ എനിക്ക് ഇഷ്ടമല്ല. യു ആർ എ ഗുഡ് വിമൺ, നീ ഒരു നല്ല സ്ത്രീയാണ് മിസ്സസ് മാൻ. മിസ്റ്റർ ബംബിൾ ഡ്രാങ്ക് ഹാഫ് ഹിസ് ഗ്ലാസ് ഇമ്മീഡിയറ്റ്ലി. അയാൾ പകുതി എടുത്ത് അങ്ങനെ കുടിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ വലിയ നല്ല സ്ത്രീയാണ്, വലിയ ആളാണ്. ഐ വിൽ ടെൽ ദ ബോർഡ് അബൌട്ട് യു. ഞാൻ ബോർഡിന് ഇത് ഈ പറഞ്ഞ നടത്തിപ്പുകാരില്ല അവരുടെ ഐ വിൽ ടെൽ ദം, നിങ്ങളെക്കുറിച്ച് ഞാൻ പറയാം. ഇപ്പോൾ പറയാം. ദ റീസൺ വൈ ഐ ആം ഹിയർ നൗ. ഇപ്പോൾ ദ റീസൺ വൈ ഐ ആം ഹിയർ, ഞാൻ ഇപ്പോൾ ഇവിടെ വന്നതെന്ന് വെച്ചാൽ ഒലിവർ ട്വിസ്റ്റ് ഈസ് 9 years old ടുഡേ. ഒലിവർ ട്വിസ്റ്റ് 9 വയസ്സായി മാറിയിട്ടുണ്ട്. We have never been able to discover anything about his parents. ഇതുവരെ അവൻ്റെ പാരൻസ് മാതാപിതാക്കൾ ആരാണെന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. Then how did he get his name? അപ്പോൾ എങ്ങനെയാ how did he get his name? ആരാണ് അവന് പേരിട്ടത്? അവനെങ്ങനെയാണ് പേര് കിട്ടിയത്? I gave it to him, said Mr. Bumble proudly. Okay. മിസ്റ്റർ ബംബിൾ അഭിമാനത്തോടെ പറഞ്ഞു. അതായത് മിസ്റ്റർ ബംബിൾ ആണ് ഈ കുട്ടീനെ കൂടെ നാക്കിയിട്ടുള്ളത്. കാരണം പ്രസവിച്ച സമയത്ത്
അവിടെ അതിനുള്ള സൗകര്യമില്ല, കൊച്ചുകുട്ടികളെ കയറാനുള്ള സൗകര്യമില്ല. അപ്പോൾ കൊച്ചുകുട്ടികളെ കയറാനുള്ള സൗകര്യം സ്ഥലത്തേക്ക് കൊണ്ടുവന്നാക്കിയത്. അപ്പോൾ ഇപ്പോൾ ഒലിവർ ട്വിസ്റ്റിന് 9 വയസ്സായി. 9 വയസ്സായി. അപ്പോൾ ഇതിൽ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഈ കൊണ്ടുവരുന്നതിന് മുമ്പ്, ഇവിടെ കൊണ്ടുവരുന്നതിന് മുമ്പ് മിസ്റ്റർ ബംബിളാണ് ഇവന് പേര് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, മിസ്റ്റർ ബംബിൾ പ്രൗഡ് അഭിമാനത്തോടെ കൂടി പറഞ്ഞു ഒലിവർ ട്വിസ്റ്റ് എന്നുള്ള പേര് ഞാനാണ് കൊടുത്തത്. കാരണം സാധാരണഗതിയിൽ കുടുംബനാമം ഒക്കെ വെച്ചിട്ടാണ് ഈ ഇംഗ്ലണ്ടിൽ പേരിടാം. അപ്പോൾ ഒലിവറും ട്വിസ്റ്റും ഉണ്ട്. അപ്പോൾ ഇതെന്താന്ന് നോക്കാം. വി ഫോളോ ദ ആൽഫബറ്റ്. സാധാരണ ഒരു പേരിൽ വി ഫോളോ ദ ആൽഫബറ്റ്. ഞങ്ങളിങ്ങനെ ചെയ്യാറിങ്ങനെയാണ്. എന്താ പറയുക, ഞങ്ങളിങ്ങനെ ആൽഫബറ്റ് ഇങ്ങനെ അക്ഷരമാല ഇങ്ങനെ നോക്കും. ദ ലാസ്റ്റ് വൺ വാസ് യെസ്. ഒക്കെ തൊട്ട് മുമ്പ് പേര് ഇട്ട ആൾക്ക് യെസ് ആയിരുന്നു. അത് സ്വബിൾ എന്നുള്ളതാണ് ആ ഒരു പേര്. യെസ് സ്വബിൾ. ദെൻ ഇറ്റ് വാസ് ടി. പിന്നെ രണ്ടാമത് ഇവൻ ജനിച്ച സമയത്ത് ഇറ്റ് വാസ് ടി. ടീനാണ്. സോ ദിസ് വൺ ഈസ് ട്വിസ്റ്റ്. വളരെ സിമ്പിളാണ്. പേരിടുന്ന അത്ര കോംപ്ലിക്കേറ്റഡ് കാര്യമൊന്നുമില്ല. അങ്ങനെ ആൽഫബറ്റ് ഓർഡറിൽ ആദ്യത്തെ ആൾ സ്വബിൾ എന്നിട്ട് ഇപ്പോൾ ഇയാൾക്ക് ട്വിസ്റ്റ്. ദ നെക്സ്റ്റ് വൺ വിൽ ബി അൺവിൻ. തീർച്ചയായും ബിക്കോസ് ടി കഴിഞ്ഞ പിന്നെ യു ആണ്. അപ്പോൾ അടുത്ത ആളുടെ പേര് എന്താണ്? അൺവിൻ. അങ്ങനെ ഇട്ടാണ് അൺവിൻ. ഒരിക്കലും ജയിക്കില്ല എന്നതിൻ്റെ അർത്ഥം അല്ലേ. എനിവേ ഒലിവർ ട്വിസ്റ്റ് ഈസ് നൗ ഓൾഡ് ഇനഫ് ടു റിട്ടേൺ ടു ദ വർക്ക് ഹൗസ്. ഒലിവർ ട്വിസ്റ്റ് ഇപ്പോൾ ആവശ്യത്തിന് പ്രായമായിട്ടുണ്ട്. ടു റിട്ടേൺ ടു ദ വർക്ക് ഹൗസ്. ഞാൻ ജനിച്ച സ്ഥലമല്ലേ, അവിടേക്ക് തന്നെ തിരിച്ചു പോകാനുള്ള പ്രായമായിട്ടുണ്ട്. ബ്രിങ് ഹിം ഹിയർ. അവനോട് കൊണ്ടുപോവാ പ്ലീസ്. ഒരു സാധാരണ ഇംഗ്ലീഷുകാരൊക്കെ സംസാരിക്കും പ്ലീസ് ആരെ. വൈ മിസ്സസ് മാൻ വെന്റ് ടു ഗെറ്റ് ഹിം. മിസ്സസ് മാന് ഈ ഒലിവർ ട്വിസ്റ്റിനെ കൊണ്ടുവരാൻ വേണ്ടി പോയപ്പോൾ മിസ്റ്റർ ബംബിൾ ഫിനിഷ് ദ റെസ്റ്റ് ഓഫ് ദ ജിൻ. മിസ്റ്റർ ബംബിള് ബാക്കിയില്ല, പകുതി നേരത്തെ ഗ്ലാസ്സിൽ കുടിച്ചു അല്ലേ, ബാക്കിയും കൂടെ അടിച്ചു. ഫിനിഷ് ദ റെസ്റ്റ്, തീർത്തു. ഒലിവർ ഹിസ് ഫേസ് ആൻഡ് ഹാൻഡ്സ് നൗ ആൾമോസ്റ്റ് ക്ലീൻ. നേരത്തെ ഒലിവറിനെ കുളിപ്പിക്കാൻ കൊണ്ടുവരുന്നല്ലോ, ഇപ്പോൾ ഒലിവറിൻ്റെ ഫേസും കൈകളൊക്കെ അത്യാവശ്യം വൃത്തിയുണ്ട്. വാസ് ലെഡ് ഇൻ ടു ദ റൂം. അവനെ റൂമിലേക്ക് കൊണ്ടുവന്നു. വിൽ യു കം അലോങ് വിത്ത് മീ ഒലിവർ ആസ്ക്ഡ് മിസ്റ്റർ ബംബിൾ ഇൻ എ ലൗഡ് വോയിസ്. മിസ്റ്റർ ബംബിൾ ചോദിച്ചു വിൽ യു കം വിത്ത് മീ ഒലിവർ. എൻ്റെ കൂടെ വരാൻ പറ്റുമോ ഒലിവർ? ഒലിവർ വാസ് വെരി ഗ്ലാഡ് ടു ബി ഫ്രീ ഓഫ് മിസ്സസ് മാൻസ് വയലൻസ്. ഒലിവറിന് അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. വാസ് വെരി ഗ്ലാഡ്, വളരെ സന്തോഷം. ടു ബി ഫ്രീ, സ്വതന്ത്രമാണ്. ഓഫ് മിസ്സസ് മാൻസ് വയലൻസ്, മിസ്സസ് മാൻ്റെ വയലൻസ് അല്ലേ, മിസ്സസ് മാൻ അങ്ങനെ അടിച്ച് അല്ലേ. അപ്പോൾ അതൊക്കെ നിന്ന് രക്ഷപ്പെടാമെന്ന് കേട്ടപ്പോൾ ഒലിവറിന് ഭയങ്കര സന്തോഷമായി. ബട്ട് ഹീ സെഡ് നത്തിങ്. പക്ഷെ അവനൊന്നും പറഞ്ഞില്ല. ബിക്കോസ് കാരണം ഷീ വാസ് ആങ്ക്രിലി ഷേക്കിംഗ് ഹെർ ഫിംഗേഴ്സ് അറ്റ് ഹിം. അവൾ ഈ ദേഷ്യത്തോട് കൂടിയിട്ട് വിരലുകൾ ഇങ്ങനെ ഷേക്ക് അങ്ങനെ ഇളക്കുന്നുണ്ടായിരുന്നാണ്. ഹൗവർ ആസ് ദ ഗേറ്റ് ക്ലോസ്ഡ് ബിഹൈൻഡ് ഒലിവർ ഹി ബേഴ്സ്റ്റ് ഇൻ ടു ടിയേഴ്സ്. അപ്പോൾ ഒലിവറിനോടൊരു ചോദ്യമാണ്, വരാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചോദ്യമാണ്. വരാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് അവിടെ അധികാരമൊന്നുമില്ല. എന്തായാലും ചെന്നേ പറ്റൂ. ഇനി ഒലിവറിനെ കൊണ്ടുപോയി അയാൾ. ഹൗവർ എന്നാൽ ഹാസ് ദ ഗേറ്റ് ക്ലോസ്ഡ് ബിഹൈൻഡ് ഒലിവർ. അവൻ്റെ പുറകിൽ അവൻ്റെ ഗേറ്റ് അടച്ചു. അതായത് അവൻ പുറത്ത് കടന്നു ഗേറ്റ് അടച്ചു. ഹി ബേഴ്സ്റ്റ് ഇൻ ടു ടിയേഴ്സ്. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഹി വാസ് ലിവിങ് ബിഹൈൻഡ് ദ അതർ ചിൽഡ്രൻ. കാരണം എന്താ, ഹി വാസ് ലിവിങ് ബിഹൈൻഡ് ദ അതർ. അവൻ്റെ കൂട്ടുകാരല്ലേ, 9 വയസ്സ് വരെ അവിടെ ജനിച്ചത്, വളർന്നത്. അപ്പോൾ അവൻ്റെ കൂട്ടുകാരെ അവന് വിട്ടുപോകുന്നില്ല. ഹി വാസ് ലിവിങ് ബിഹൈൻഡ് ദ അതർ ചിൽഡ്രൻ. മറ്റു കുട്ടികളെ വിട്ടുപോയതിൽ അവന് നല്ല വിഷമമുണ്ടായിരുന്നു. ദ ഓൺലി ഫ്രണ്ട്സ് ഹി ഹാഡ്, ഇവർ മാത്രമേ അവനുണ്ടായിരുന്ന കൂട്ടുകാർ. ആൻഡ് ഹി റിയലൈസ്ഡ്, അവന് മനസ്സിലായി അറ്റ് ദ മൊമെൻറ്റ് ഹൗ ലോൺലി ഹി വാസ് ഇൻ ദ വേൾഡ്. ഞാൻ ഈ ലോകത്ത് എത്രമാത്രം ഒറ്റപ്പാണ്, ഏകാന്തനാണ് എന്നുള്ളത് അവനക്ക് തോന്നി. ഓക്കെ, ദിസ് ഈസ് അനദർ എപ്പിസോഡ്. നമുക്ക് അടുത്തതിൽ പറയാം. ഓക്കെ, കീപ്പ് ഓൺ ഗോയിങ്. താങ്ക് യു.